നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മാത്സിൽ ടൈം ആൻഡ് ഡിസ്റ്റൻസ്, അതായത് സമയവും ദൂരവും എന്ന ടോപ്പിക്കാണ് കേട്ടോ. സമയവും ദൂരവും അഥവാ ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ഓക്കെ, നമുക്ക് ഏത് പരീക്ഷയ്ക്കും ഉറപ്പായിട്ട് ഒരു ചോദ്യം വരുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പം അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു ഫോർമുല ആദ്യം പഠിക്കാം. അതായത് സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അതായത് സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അതായത് നമ്മുടെ വേഗത സമം എന്താണ്? വേഗത സമം ദൂരം ബൈ സമയമാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡിസ്റ്റൻസ് സമം എന്തായിരിക്കും? ഡിസ്റ്റൻസ് സമം സ്പീഡ് ഇൻറ്റു ടൈം. ഈ ഫോർമുല എല്ലാവരും എഴുതി വെക്കുക. ഡിസ്റ്റൻസ് സമം സ്പീഡ് ഇൻറ്റു ടൈം ആയിരിക്കും അല്ലേ? ഓക്കെ, നമ്മുടെ ടൈം എന്തായിരിക്കും? ടൈം സമം എന്തായിരിക്കും? ടൈം സമം എന്തായിരിക്കും? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് ആയിരിക്കും. ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് ആയിരിക്കും അല്ലേ? ഓക്കെ, യെസ്. കിട്ടിയ ഫോർമുല കിട്ടിയ? ബേസിക് ആയിട്ട് നിങ്ങൾ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ? സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്നുള്ള സാധനം മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് മറ്റേതൊക്കെ അതിൽ നിന്ന് കിട്ടുമല്ലോ അല്ലേ? അതിൽ നിന്ന് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, അതാണ് നമ്മുടെ മെയിൻ ഫോർമുല. അപ്പോൾ ഇത് വേഗത കാണണമെങ്കിൽ നമുക്ക് തന്നിരിക്കുന്നതിൽ ദൂരം ബൈ സമയം കണ്ടാൽ മതി. ഓക്കെ, ഇപ്പം നമ്മളുടെ അടുത്ത് പറയാണ് ഒരാള് എത്രയാണ് 100 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു അല്ലേ? അയാള് 100 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു. അയാൾ സഞ്ചരിക്കാനെടുത്ത സമയം എന്ന് പറയുന്നത് എത്രയാണ്? ഒരു മണിക്കൂറാണ് അല്ലേ? 100 കിലോമീറ്റർ അയാൾ 1 മണിക്കൂർ കൊണ്ട് അയാൾ സഞ്ചരിച്ചു. അയാളുടെ സ്പീഡ് എത്രയാണ്? നമ്മൾ അയാളുടെ സ്പീഡ് കാണണമെങ്കിൽ എന്ത് ചെയ്യും? 100/1 അല്ലേ? അതായത് 100 കിലോമീറ്റർ പെർ അവർ. അതായത് 1 മണിക്കൂറിൽ അയാൾ 100 കിലോമീറ്റർ സഞ്ചരിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലേ? ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളൊരു കാര്യം, ഇതെല്ലാവരും എഴുതിയോ? ഈ ഫോർമുല എല്ലാവരും എഴുതി വെക്കുക. ഇത് വെച്ചിട്ട് വേണം ഇനി പ്രോബ്ലംസ് ചെയ്യാനായിട്ട്. എഴുതി കഴിഞ്ഞാ? പുതിയതായിട്ട് ജോയിൻ ചെയ്തവരൊക്കെ ഈ ഫോർമുല എഴുതി വെക്കുക. സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം നമ്മുടെ ടൈം ആൻഡ് ഡിസ്റ്റൻസിന്റെ ഫോർമുലയാണ്. ഓക്കെ, ഇനി നമുക്ക് പറയേണ്ട ഒരു കാര്യം ഇതാണ്. നമ്മൾ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ നമ്മൾ എന്ത് ചെയ്യും? 5/18 കൊണ്ട് ഗുണിക്കണം. ഇതെല്ലാവരും എഴുതി വെക്കുക അല്ലേ? കിലോമീറ്റർ പെർ അവറിനെ, അതായത് ഇപ്പോൾ പറയാണ് ഒരാള് ഒരു 80 കിലോമീറ്റർ പെർ അവറിൽ സഞ്ചരിച്ചു എന്ന് പറയണ്. അപ്പൊ അയാളിത് എത്ര മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? മീറ്റർ പെർ സെക്കൻഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? 80 × 5/18 ചെയ്താൽ മതിയോ? ഓക്കെ, ഇതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നേരെ തിരിച്ച് മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാൻ എന്ത് ചെയ്യണം? നേരെ തലത്തിരിച്ചിടാം. 18/5 കൊണ്ട് ഗുണിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ എഴുതി വെക്കുക. അപ്പൊ ഒന്ന് നമുക്ക് സ്പീഡ് സമം ഡിസ്റ്റൻസ് ബൈ ടൈം പറഞ്ഞു. പിന്നെ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാനായിട്ട് 5/18 കൊണ്ട് ഗുണിക്കണം. പിന്നെ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാനായിട്ട് 18/5 കൊണ്ട് ഗുണിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, എഴുതി കഴിഞ്ഞോ? യെസ്, നമുക്ക് ആദ്യത്തെ പ്രോബ്ലത്തേക്ക് പോവാം. എഴുതി കഴിഞ്ഞില്ലെങ്കിൽ പറയാം കേട്ടോ. 90 കിലോമീറ്റർ പെർ അവർ എന്നത് എത്ര മീറ്റർ പെർ സെക്കൻഡ് ആണ്? ചെയ്തോ? നമ്മൾ എന്താ പറഞ്ഞേ? കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാനായിട്ട് 5/18 കൊണ്ട് ഗുണിക്കണം. 90 × 5/18 ചെയ്തോ? ഉത്തരം എത്രയാണ്? ഉത്തരം കമന്റ് ചെയ്യാം. യെസ്, നിദാനൽസിന് ഉത്തരം പറഞ്ഞു.
ഇതാ പുതിയ അഡ്മിഷൻ ആണോ? ഈ പേര് ഇതുവരെയും കാണാത്ത പോലെ. അനീഷ. ഓക്കെ. ഏതാ ഉത്തരം വരണേ? നമുക്ക് 25 ആണ്. ഓക്കെ, 25 ആണ് ഉത്തരം. 25 അല്ലേ? ചെറുത വെട്ടാ അല്ലേ? 5 5 × 5 25. എത്രയാണ്? 25 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? ഓപ്ഷൻ എ ആണ് നമുക്ക് ഉത്തരം വരാം. എല്ലാവരും ചെയ്താ? അടുത്തതിലേക്ക് പോയിക്കോട്ടെ. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. സമീർ 200 മീറ്റർ ഓടുവാനായി 24 സെക്കൻഡ് എടുത്തു. സമീറിന്റെ വേഗത എത്ര? അല്ലേ? അതായത് അവന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 200 മീറ്റർ ആണ്. അവന്റെ സമയം ടി എന്ന് പറയുന്നത് 24 സെക്കൻഡ് ആണ്. അവന്റെ നമ്മൾ കണ്ടുപിടിക്കുന്ന സ്പീഡാണ്. നമുക്കറിയാം സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണെന്ന് അറിയാം. ഇതിലൊരു ട്രിക്ക് ഉള്ളത്, നമ്മുടെ ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ അത് കിലോമീറ്റർ പെർ അവറിലാണ് ഉത്തരം കിടക്കണേ. അപ്പൊ എങ്ങനെ ചെയ്യാം? നിങ്ങളൊന്ന് ട്രൈ ചെയ്യൂ, എന്നിട്ട് ഞാൻ പറയാം. നമുക്കിവിടെ എന്താ ചെയ്യേണ്ടത്? ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറയുമ്പോൾ 200/24 അല്ലേ? ഇത് നമുക്ക് ചെയ്യുമ്പോൾ ഉത്തരം കിട്ടുന്നത് എങ്ങനെയായിരിക്കും? മീറ്റർ പെർ സെക്കൻഡിലല്ലേ? കാരണം ഇവിടെ 200 മീറ്ററും 24 സെക്കൻഡും ആണ്. നമ്മൾ ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ ഇവിടെ എടുക്കുന്നത് കിലോമീറ്റർ പെർ മണിക്കൂറിലാണ്. അപ്പൊ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? ഉത്തരം വന്നിട്ടുണ്ട് അല്ലെ? എന്ത് ചെയ്യണം? 5/18 കൊണ്ട് അല്ലെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മള് മീറ്റർ പെർ സെക്കൻഡ് കിലോമീറ്റർ പെർ അവർ ആക്കാൻ 18/5 കൊണ്ട് ഗുണിക്കണം. അപ്പൊ ഡിവൈഡഡ് ബൈ 18 × 18/5. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. ചെയ്തേ. ചെയ്തോ? ഉത്തരം പറഞ്ഞിട്ടുണ്ട്. നിധി മലേഷ്യക്ക് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എങ്ങനെ ചെയ്യാം? നമുക്ക് കട്ട് ചെയ്യാം അല്ലേ? 4 6 24, 3 6 18, 5 കട്ട് ചെയ്യാം. 4 5 20, 0 1 10, 10 × 3 30 വരും അല്ലെ? 30 കിലോമീറ്റർ പെർ മണിക്കൂർ. മനസ്സിലായില്ലേ എങ്ങനെ വന്നേന്ന്? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് 200/24. അപ്പൊ അത് മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും അതിന്റെ ഉത്തരം വരാം. അപ്പൊ നമ്മൾ അതിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് 18/5 കൊണ്ട് ഇൻഡ്യൂസ് ചെയ്തു. ഓക്കെ, കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ലേറ്റ് ആയിട്ട് വന്നവരൊക്കെ വേഗം ചെയ്യും. എൻസൺ നമ്മളിവിടെ മാത്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടൈം ആൻഡ് ഡിസ്റ്റൻസ് കേട്ടാ. ഓക്കെ, അടുത്ത പ്രോബ്ലത്തേക്ക് പോവാം. 10 മീറ്റർ പെർ സെക്കൻഡിനെ നമ്മൾ കൺവേർട്ട് ചെയ്യാം കിലോമീറ്റർ പെർ അവറിലേക്ക്. പുതിയതായിട്ട് വന്നവർക്ക് വേണ്ടി ഞാൻ പറയാണ്, മീറ്റർ പെർ സെക്കൻഡില് നമ്മൾ കിലോമീറ്റർ പെർ അവർ ആക്കാനായിട്ട് 5/18 കൊണ്ട് ഇൻഡ്യൂ ചെയ്യണം. മീറ്റർ പെർ സെക്കൻഡ് ഇൻഡു 5/18 സമം കിലോമീറ്റർ പെർ അവർ ആണ് കേട്ടാ. ചെയ്തോ? ഓക്കെ, ഇത്ര എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ സി 36 ആണ് അല്ലേ? 10 × 5/18. നമ്മൾ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ അല്ല ആക്കണ്ടേ? സോറി, മീറ്റർ പെർ സെക്കൻഡിന് കിലോമീറ്റർ പെർ അവറേക്ക് ആക്കണേ നമ്മൾ 18/5 ആണ് ചെയ്യണ്ടേ അല്ലേ? 18/5. 18/5. നിങ്ങൾ എന്താ തെറ്റിത് പറയാത്തെ? 18/5 അല്ലേ? അപ്പൊ എത്ര വരും? 36 കിലോമീറ്റർ പെർ അവർ വരും. ഓക്കെ, യെസ്, 36 കിട്ടി എല്ലാവർക്കും. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തോ. ഒരു കുട്ടി സെക്കൻഡിൽ 5 മീറ്റർ എന്ന തോതിൽ സൈക്കിൾ ചവിട്ടുന്നു എങ്കിൽ സൈക്കിളിന്റെ വേഗത എത്ര? ഉത്തരം കിടക്കുന്നത് കിലോമീറ്റർ പെർ അവറിലാണ്. സെക്കൻഡിൽ 5 മീറ്റർ അല്ലേ? അതായത് അവന്റെ സ്പീഡ് എന്ന് പറയുന്നത്
5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അത് 5 മീറ്റർ എന്ന തോതിൽ ചെയ്യുന്നു അല്ലെ. 5 മീറ്റർ എന്ന തോതിൽ അവൻ ചെയ്യുന്നു. നമ്മൾ അവരുടെ വേഗത കണ്ടുപിടിക്കണം. ഓക്കെ, ഒരു സെക്കൻഡിൽ 5 മീറ്റർ പോകും. സൈക്കിളിന്റെ വേഗത കിലോമീറ്ററിൽ കാണണം അല്ലെ. 5 മീറ്റർ പെർ സെക്കൻഡ് നമ്മൾ കിലോമീറ്റർ ആക്കണം. എങ്ങനെയാണ് അവന്റെ വേഗത? നമ്മൾ അതായത് 5 മീറ്റർ പെർ സെക്കൻഡ് ആണ് അവന്റെ വേഗത. അതിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? കിലോമീറ്റർ പെർ അവർക്ക് ആക്കിയാൽ മതി. ഉത്തരത്തിന് വന്നേ ഉത്തരം കൂടെ പറഞ്ഞിട്ടുണ്ട്. 18 കിട്ടിയിട്ടുണ്ട് ഉത്തരം. ഉത്തരം നമുക്ക് 18 വരണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാനായിട്ട് 5 ഇൻറ്റു 18/5 ചെയ്യാം. 5 ക്യാൻസൽ ആയി പോകുമ്പോ 18 കിലോമീറ്റർ പെർ അവർ അല്ലേ? മനസ്സിലായി എല്ലാവർക്കും? ചെയ്യുന്നവർ ചെയ്യുന്നുണ്ട്. ഇവിടെ കമന്റ് ചെയ്യാത്തവർക്ക് കിട്ടിയോന്ന് മാത്രം അറിഞ്ഞാൽ മതി. അതൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണുണ്ടാ. ഓക്കെ, അടുത്തേക്ക് പോവാം. 5 മിനിറ്റിൽ 700 മീറ്റർ ദൂരം പിന്നിടുന്നു എങ്കിൽ, അയ്യോ ഇത് ക്വസ്റ്റ്യന്റെ ഇടയിൽ പോയിട്ടുണ്ടോ? ക്വസ്റ്റ്യന്റെ ഇടയിൽ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഓക്കെ, 5 മിനിറ്റിൽ 700 മീറ്റർ ദൂരം പിന്നിടുന്നുവെങ്കിൽ അയാളുടെ വേഗം മണിക്കൂറിൽ എത്ര കിലോമീറ്റർ ആകും? കേട്ടാ, ഇത് 5 മിനിറ്റിൽ ഒരാൾ 700 മീറ്റർ ദൂരം പിന്നിടുന്നു. ഇത് ഡിസ്റ്റൻസ് ഉണ്ട്, ടൈം ഉണ്ട് അല്ലേ. നമ്മുടെ വേഗത കാണണം, സ്പീഡ് നമ്മൾ കാണണം അല്ലേ. എങ്ങനെ? കിലോമീറ്ററിൽ കാണണം. ചെയ്തോ. സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കിവിടെ മീറ്റർ പെർ സെക്കൻഡ് എന്ന രീതിയിൽ ആദ്യം കാണണ്ടേ. 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാ? 1 മിനിറ്റിൽ എത്ര സെക്കൻഡ് ഉണ്ട്? 1 മിനിറ്റ് സമം എത്ര സെക്കൻഡാ? 60 സെക്കൻഡ്. അപ്പൊ 5 മിനിറ്റിലോ? 5×60 സമം 300 സെക്കൻഡ് അല്ലേ. അപ്പൊ നമ്മുടെ സ്പീഡ് നമ്മൾ കാണുന്നത് 700 മീറ്റർ ഡിവൈഡഡ് ബൈ 300 സെക്കൻഡ്. മീറ്റർ പെർ സെക്കൻഡ് കിലോമീറ്റർ ആക്കാൻ എന്ത് ചെയ്യണം? ഇൻറ്റു 18/5 അല്ലേ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. ഓക്കെ, ഉത്തരം വന്നിട്ടുണ്ട്. 8.4 ഉത്തരം കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ചെയ്തു നോക്കാം. ഓക്കെ, 8.4 എല്ലാവരും കിട്ടണ്ടോന്ന് നോക്കിയേ. മനസ്സിലായില്ലേ? നമ്മൾ ഇതിനെ 5 മിനിറ്റ് എന്നുള്ളതിനെ നമ്മൾ സെക്കൻഡിക്ക് കൺവേർട്ട് ചെയ്തു. 5 മിനിറ്റ് എന്ന് വെച്ചാൽ 300 സെക്കൻഡ് ആണ്. അത്രയും നമ്മൾ ചെയ്തിട്ടുള്ളൂ ഇവിടെ. പിന്നെ 700/300 ഇൻറ്റു 18/5 ചെയ്തു. ഇവിടെ 2 0 ക്യാൻസൽ ആയി പോകുന്നു. 3 നമുക്ക് ക്യാൻസൽ ചെയ്യാം. 6 3 18. 7 × 6 7 6 42 അല്ലേ. 42/5 വരും. നമുക്കിവിടെ ഹരിച്ചു നോക്കാം. 42/5 ചെയ്യുമ്പോൾ 8×5 40. ഇവിടെ നമ്മൾ 20 വരും അല്ലേ. 4 20 അല്ലേ. അപ്പൊ നമുക്ക് 4 5 20 അല്ലേ. 4 5 20. 8.4 നമുക്ക് ഉത്തരം വരും. ഓക്കെ, 8.4 ഉത്തരം വരും. ഓക്കെ അല്ലേ? ഓക്കെ, കിട്ടിയെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. അപ്പൊ നമുക്ക് അടുത്തേക്ക് പോവാം. A, B എന്നീ സ്ഥലങ്ങൾ 120 കിലോമീറ്റർ അകലെയാണ്.
ഒരാൾ മണിക്കൂറിൽ 30 കിലോമീറ്റർ വേഗത്തിൽ ഓടുന്ന ഒരു കാറിൽ എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്ന യാത്രയ്ക്ക് വേണ്ടി വരുന്ന സമയം എത്ര? ഒന്ന് വളഞ്ഞ് മൂക്ക് പിടിച്ച് ചോദിച്ചിടുന്നുള്ളൂ. എയും ബിയും തമ്മിൽ 120 കിലോമീറ്റർ അകലെയാണ്. ഒരാൾ മണിക്കൂറിൽ അല്ല, അതായത് ഡിസ്റ്റൻസ് മണിക്കൂറിൽ 30 കിലോമീറ്റർ വേഗം അല്ലെ, അയാളുടെ സ്പീഡ് 30 km/h ആണ്. അയാൾ പോകുന്നു എങ്കിൽ അയാൾ യാത്രയ്ക്ക് വേണ്ടിയിരുന്ന സമയം, അയാൾ സമയം കാണാൻ പറഞ്ഞിട്ടുള്ള സിംപ്ലി. യെസ്, ഉത്തരം പറഞ്ഞുകൂടാ. ഫസ്റ്റ് ഉത്തരം വന്നിട്ട്, ഫസ്റ്റ് ഉത്തരം ആരാ? ഷിൻസി അല്ലെ, ഷിൻസി, അനീഷ, അന്നയൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മുടെ ഫോർമുല അല്ല, സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. നമുക്ക് കാണേണ്ട എന്താ? ടൈം ആണ്. ടൈം കാണണമെങ്കിൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് അല്ലെ. 120/30 ചെയ്യാം. സിമ്പിൾ. കട്ട് ചെയ്യാം. 4 മണിക്കൂർ ഉത്തരം വരും അല്ലേ? ഓക്കെ, എല്ലാവരും ചെയ്താ കിട്ടിയാ? അടുത്തേക്ക് പോലെ. ഒരു കാർ 40 km/h വേഗത്തിൽ 15 മിനിറ്റ് സഞ്ചരിക്കുന്നുവെങ്കിൽ കാർ എത്ര ദൂരം സഞ്ചരിച്ചു? സ്പീഡ് തന്നിട്ടുണ്ട് 40 km/h, 15 മിനിറ്റ് സഞ്ചരിക്കുന്നു അല്ലേ? അതായത് ടൈം തന്നിട്ടുണ്ട് 15 മിനിറ്റ് ആണ് തന്നിട്ടുള്ളത്. 15 മിനിറ്റ് ശ്രദ്ധിക്കുക. അപ്പൊ എത്ര ദൂരം സഞ്ചരിച്ചു ചോദിക്കുന്നുണ്ട്. സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് സമം സ്പീഡ് ഇൻറ്റു ടൈം ആണ്. ഓക്കെ, സ്പീഡ് km/h ടൈം മിനിറ്റിലാണ് കിടക്കുന്നത്. ഉത്തരം കിട്ടിയാ? നമ്മുടെ സ്പീഡ് എത്രയാ? 40 km അല്ലെ. സ്പീഡ് 40 km ആണ്. നമ്മുടെ ടൈം 15 മിനിറ്റ് ആണ്. 15 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂറാണ്? മണിക്കൂറിലേക്ക് ആകുമ്പോൾ എന്ത് ചെയ്യാം? 15/60 എന്ന് എഴുതാം നമുക്ക്. കാരണം എന്തുകൊണ്ടാ? അതൊരു 1/4 മണിക്കൂറാണ്. 15 മിനിറ്റ് എന്ന് വെച്ചാൽ 1/4 മണിക്കൂറാണ്. അതായത് 60 ഒരു മണിക്കൂർ എന്ന് വെച്ചാൽ 60 മിനിറ്റ് ആണ് അല്ലെ. അപ്പൊ അതില് 15 മിനിറ്റിന്റെ കാര്യം നമ്മൾ പറയുന്നത്. മണിക്കൂറിലേക്ക് ആക്കാനായിട്ട് 15/60 ചെയ്യാം. ഓക്കെ, 40 × 15/60 ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും. ഓക്കെ, അലീഷ ഫസ്റ്റ് ഉത്തരം കമന്റ് ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്താൽ മതി? നേരെ ചെയ്തു, നിങ്ങൾ ചെയ്യൂ. ഇതാ കട്ട് ചെയ്ത് കളയുന്നു. 2 × 3 6, 5 × 3 15, ഇവിടെ 2, 5 × 2 10. 10 നമുക്ക് ആൻസർ കിട്ടും. എല്ലാവരും ചെയ്തു പോയി. ഏതെങ്കിലും പ്രോബ്ലം വീണ്ടും ചെയ്യണമെങ്കിൽ പറയണം കേട്ടോ, കമന്റ് ബോക്സിൽ പറയണം. ഏഞ്ചൽ, ആൻമരിയ, പോള്, അന്ന, അനീഷ. ഓക്കെ, അടുത്ത പ്രോബ്ലത്തിക്ക് പോവാം അല്ലേ? യെസ്, പിൻസി. ഓക്കെ, അടുത്തേക്ക് പോവാം. അടുത്തത് നമുക്ക് അടുത്ത പ്രോബ്ലത്തിക്ക് പോണതിന് മുന്നേ ഒരു ഫോർമുല നോക്കാം. നമ്മൾ ഒരേ ദൂരം 2 വ്യത്യസ്ത വേഗതയിൽ സഞ്ചരിച്ച് കഴിയുമ്പോഴുള്ള ശരാശരി വേഗത കാണാനായിട്ടുള്ള ഒരു ഫോർമുലയാണ്. അതായത് നോക്കാം, ഇവിടെ എ ബി അല്ലെ, 2 പോയിന്റ് എയും ബി ഞാൻ കൊടുത്തു. അതായത് എയിൽ നിന്ന് ബിയിലേക്ക് ഒരു വ്യക്തി x km/h വേഗതയിൽ പോയിട്ടുണ്ടാവാം അല്ലെ. അയാൾ തിരിച്ചു വരുമ്പോഴോ അയാൾ അതേ വേഗത കീപ്പ് ചെയ്യണം നിർബന്ധമുണ്ടോ? അയാള് y km/h അയാൾ വന്നിട്ടുണ്ടാവുക അല്ലെ. എറണാകുളത്തേക്ക് പോയപ്പോൾ നമ്മൾ രാവിലെ തന്നെ പോയി, വളരെ വേഗത്തിൽ പോയി, ഉച്ചയ്ക്ക് പോന്നു, ബ്ലോക്കിൽ പെട്ടു. അപ്പൊ നമ്മൾ സ്പീഡ് കുറഞ്ഞു എന്ന് വിചാരിച്ചാൽ മതി.
നമ്മൾ സെയിം ഡിസ്റ്റൻസ് രണ്ട് വ്യത്യസ്ത വേഗതയിൽ സഞ്ചരിച്ച് കഴിയുമ്പോൾ നമ്മളോട് ചോദിക്കുന്നത് ആകെ യാത്രയുടെ ശരാശരി എത്ര, യാത്രയുടെ ആകെ ശരാശരി വേഗത എത്ര, അതായത് ആവറേജ് സ്പീഡ് അല്ലേ. ആവറേജ് സ്പീഡ് ചോദിക്കുകയാണ്. ആവറേജ് സ്പീഡിന്റെ ഫോർമുല ഇപ്പം എന്താ? 2xy/x+y. ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ നിന്ന് എപ്പോഴും ചോദിക്കുന്ന ഒരു ബേസിക് ക്വസ്റ്റ്യൻ ആണ് ഇത്. 2xy/x+y. ഇതൊന്ന് എഴുതി വെച്ചേ. ഇത് വെച്ചിട്ടാണ് അടുത്ത പ്രോബ്ലം ചെയ്യുന്നത്. ഒരേ ദൂരം രണ്ട് വ്യത്യസ്ത വേഗതയിൽ സഞ്ചരിച്ച് കഴിയുമ്പോഴുള്ള ശരാശരി വേഗത സമം 2xy/x+y. എഴുതിയാ? ഇപ്പൊ അടുത്ത പ്രോബ്ലത്തേക്ക് പോവാം. ഒരാൾ തന്റെ കൂട്ടുകാരനെ കാണാൻ എറണാകുളത്തേക്ക് പോയി. ബസ്സിലാണ് യാത്ര അല്ലേ. 30 km/മണിക്കൂർ വേഗത്തിലാണ് സഞ്ചരിച്ചത്. തിരിച്ചു വരാൻ അയാൾക്ക് ഒരു കാർ കിട്ടി. ശരാശരി വേഗം 60 km/മണിക്കൂർ. മൊത്തം യാത്രയുടെ ശരാശരി വേഗത എത്ര? ശരാശരി വേഗത എത്ര? ഇപ്പൊ നമ്മളിവിടെ എല്ലാവരും ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുക. x = 30, y = 60. ശരാശരി വേഗത 2xy/x+y. ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കിയിട്ട് ഫോർമുലേറ്റ് ചെയ്യുക. ഓക്കെ, ഷിൻസി ഫസ്റ്റ് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അനീഷ, നിത, വിസ്മി, ആൻമരിയ പോള്. ഓക്കെ, വിസ്മി ഉത്തരം തെറ്റിച്ചല്ലോ. ഇങ്ങനെയാണ് 2 × 30 × 60 / 30 + 60 = എത്ര വരാ? 6 6 36 3600 / 90 അല്ലേ. 49 36 0 40 വരും അല്ലേ. 40 km/h. ഇങ്ങനെ ചെയ്താ കിട്ടിയ എല്ലാവർക്കും? ടൈപ്പ് തെറ്റിയതാണല്ലേ വിസ്മി. ഓക്കെ, അലീഷ, അന്ന. ഇവിടെ കമന്റ് ചെയ്യാത്തവരൊക്കെ അവിടെ ചെയ്യണില്ലേ? അവർക്ക് കിട്ടുന്നില്ലേ? വല്ലപ്പോഴൊക്കെ കമന്റ് ചെയ്തോളൂ. നിങ്ങൾ അവിടെ ഉണ്ട്, ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. ഓക്കെ, മെൽവി. യെസ്, നമുക്ക് അടുത്തേക്ക് പോവാം അല്ലേ. ഒരേ ദൂരം, അടുത്തൊരു ഫോർമുലയാണ്. നമ്മൾ ഒരേ ദൂരം 3 വ്യത്യസ്ത വേഗതയിൽ സഞ്ചരിച്ച് കഴിയുമ്പോഴുള്ള ശരാശരി വേഗത. അതായത് നമുക്കിപ്പോൾ ഒരു ദൂരമുണ്ട്. നമ്മൾ 3 ഇപ്പോഴത്തെ AB നടുക്കൊരു സിയും ഒരു ഡി ഉണ്ടെന്ന് വെച്ചോ. അയാൾ ഇത്രയും വേഗം അയാൾ പോയത് എക്സിലാണ് അല്ലേ, ഇത്രയും ദൂരം പോയത്. ഓക്കെ, അടുത്ത ദൂരം പോയതോ? അടുത്ത ദൂരം ആ പുള്ളി പോയത് വൈയിലാണ്, വൈ സ്പീഡിൽ പോയി. പിന്നത്തെ ദൂരം അങ്ങേര് പോയത് എത്രയിലാണ്? അയാൾ ഇസഡിലാണ് പോയത്. മനസ്സിലായോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവർ പോയ ആകെ യാത്രയുടെ ശരാശരി വേഗതയാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ശരാശരി വേഗത എത്രയാണ്? 3xyz / xy + yz + zx. എഴുതി വെച്ചോ. ഒരേ ദൂരം 3 വ്യത്യസ്ത വേഗതയിൽ സഞ്ചരിച്ച് കഴിയുമ്പോഴുള്ള ശരാശരി വേഗതയാണ് 3xyz. 3 × x × y × z / x × y + y × z + z × x. എഴുതി വെച്ചോളൂ. ഓക്കെ, പ്രോബ്ലം പറയട്ടെ. ഒരു കാർ യാത്രയുടെ ആദ്യ 1/3 ഭാഗം 10 km/h വേഗതയിലും, അതായത് x 10 ആണ്,
അടുത്ത 1/3 ഭാഗം 20 km/h വേഗതയിലും അവസാന ഭാഗം 60 km/h വേഗതയിൽ സഞ്ചരിക്കുന്നു. അയാൾ യാത്രയുടെ ശരാശരി വേഗത എത്രയാണ്? എങ്ങനെയാണ്? 3xy z ഡിവൈഡഡ് ബൈ xy പ്ലസ് yz പ്ലസ് xz അല്ലെങ്കിൽ zx അല്ലേ? ഫസ്റ്റ് ഉത്തരം വന്നത് ആരായിരുന്നു? അനീഷ അല്ലേ? എല്ലാവരും ചെയ്താ? എങ്ങനെയാ? ഒന്ന് ചെയ്ത് കാണിക്കാം, ചെയ്ത് കഴിയാത്തവർക്ക് വേണ്ടിയിട്ട്. 3 × 10 × 20 × 60 ഡിവൈഡഡ് ബൈ 10 × 20 പ്ലസ് 20 × 60 പ്ലസ് 10 × 60 അല്ലേ? നമ്മൾ ഗുണിക്കുമ്പോഴും തെറ്റാനുള്ളൊരു സാധ്യത മാത്രമേ ഇതിനകത്തുള്ളൂ, വേറെ ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇവിടെ എത്ര വരും? 3 3 3 2 6 6 36 36,000 ഡിവൈഡഡ് ബൈ 10 × 20 200 പ്ലസ് 20 × 60 1200 പ്ലസ് 10 × 60 600 ഈക്വൽ ടു 36,000 ഡിവൈഡഡ് ബൈ ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ എത്ര വരും? 1800 2000 വരും അല്ലേ? 2000 വരും. 3 കൂടി വെട്ടിക്കളയാം, കട്ട് ചെയ്ത് കളയുമ്പോൾ 18 ഉത്തരം വരും അല്ലേ? കിട്ടിയത്? ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാവരും ചെയ്തിട്ടുണ്ട്. അടുത്തേക്ക് പോവാം. നമ്മളിപ്പോ ഇത്രയും നേരം പറഞ്ഞത് ഒരേ ദൂരത്തിന്റെ കാര്യമാണ്, ഒരേ ദൂരത്തിൽ തന്നെയുള്ള സാധനങ്ങളാണ്. പക്ഷെ പറയാണ് വ്യത്യസ്ത വേഗത വ്യത്യസ്ത സമയം. അതായത് ഒരു യാത്രയിൽ വ്യത്യസ്ത വേഗത വ്യത്യസ്ത സമയത്തിൽ സഞ്ചരിച്ചാൽ ആ യാത്രയുടെ ആകെ ശരാശരി വേഗത കാണാനുള്ള ഫോർമുലയാണ്. ഇതൊന്ന് എഴുതി വെക്കുക, എന്നിട്ട് ക്വസ്റ്റ്യൻ തരാം. വ്യത്യസ്ത വേഗതയും വ്യത്യസ്ത സമയവുമായാൽ ശരാശരി വേഗത സമം ആകെ സഞ്ചരിച്ച ദൂരം ബൈ ആകെ സമയം. ഓക്കെ, പ്രോബ്ലം. ഒരു വാഹനം ആദ്യത്തെ 4 മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിലും അല്ലെ? ആദ്യത്തെ 4 മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിലും
ഓക്കെ. അടുത്ത 4 മണിക്കൂറിൽ 80 കിലോമീറ്റർ വേഗതയിലും അടുത്ത 2 മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിലും സഞ്ചരിച്ചു. വാഹനത്തിന്റെ ശരാശരി വേഗത എത്ര? ശരാശരി വേഗത എത്ര? ശരാശരി വേഗത കാണാനായിട്ട് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കിയ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ആകെ സഞ്ചരിച്ച ദൂരം ഡിവൈഡഡ് ബൈ ആകെ സമയം അല്ലേ? അപ്പൊ ഇങ്ങനെ കണക്കാക്കണം. ഇത് ഒന്നാമത്തെ, ഇത് 1, ഇത് 2, ഇത് മൂന്നാമത്തെ. ആദ്യത്തെ പ്രാവശ്യം 4 മണിക്കൂറിൽ എത്ര ദൂരം സഞ്ചരിച്ചു നിങ്ങൾ കണക്കാക്കണം. മനസ്സിലായ? ഡിസ്റ്റൻസ് 1 എത്രയാ? 4 × 60 ചെയ്യണം അല്ലേ? നമുക്ക് ഡിസ്റ്റൻസ് കാണണമെങ്കിൽ എന്താ? നമ്മുടെ സമയം ഇൻറ്റു വേഗതയല്ലേ? അപ്പൊ എത്ര വരും? 240 കിലോമീറ്റർ വരും അല്ലേ? ഡിസ്റ്റൻസ് 2 കാണാം. എങ്ങനെ? 4 × 80 കാണാം. അപ്പൊ എത്ര വരും? 4 × 32 320 കിലോമീറ്റർ വരും. ഡിസ്റ്റൻസ് 3 കാണാം. 2 × 40 ചെയ്യാം, 80 കിലോമീറ്റർ വരും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഉത്തരം ഇവിടെ വന്നു, 64 ഉത്തരം വന്നു അല്ലെ? ഷിൻസി അനീഷൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി ആകെ ഡിസ്റ്റൻസ് അപ്പൊ കിട്ടി. ഇതെല്ലാം കൂടി കൂട്ടാ. എത്ര വരണേ? 4 × 6 8 6 14 4 ബാക്കി 1 3 2 5 5 6 അല്ലെ? 640 കിലോമീറ്റർ നമ്മൾ ആകെ പോയിട്ടുണ്ട്. അപ്പൊ ആകെ സമയോ? നമ്മുടെ ആകെ സമയം എന്ന് വെച്ചാല് ഈ 4 4 2 അല്ലെ? ആകെ എത്ര മണിക്കൂറാ? 10 മണിക്കൂർ സമയം. അപ്പൊ ആകെ ദൂരം 640 ഡിവൈഡഡ് ബൈ ആകെ സമയം 10 എത്ര വരാ? 64. ശരാശരി വേഗത 64 km/h ആണ്. കിട്ടിയാ എല്ലാവർക്കും? ഓക്കെ, ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്. യെസ്, ചെയ്ത് കഴിയാത്തവര് ചെയ്യട്ടാ. ചെയ്തത് കണ്ട് ചെയ്യും. TAP. യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 3 കാറുകളുടെ വേഗതയുടെ അംശബന്ധം 3:4:5 ആണ്. ഒരു നിശ്ചിത ദൂരം സഞ്ചരിക്കാൻ അവയെടുക്കുന്ന സമയത്തിന്റെ അംശബന്ധം എന്ത്? ഓക്കെ, നമുക്ക് വേഗതയുടെ അംശബന്ധം തന്നിട്ടുണ്ട്. 3 കാറുകളുടെ അവ ഒരു നിശ്ചിത ദൂരം സഞ്ചരിക്കാൻ എടുക്കുന്ന സമയത്തിന്റെ അംശബന്ധം കാണണം. ഇങ്ങനെ തരുമ്പോ നമുക്ക് അതിനൊരു ട്രിക്ക് ഉണ്ട്. വേഗതയും സമയവും വിപരീത അനുപാതത്തിലാണ് ആയതിനാൽ വേഗതയുടെ വ്യുൽക്രമമാണ് സമയം. അതായത് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? വേഗതയുടെ വ്യുൽക്രമം എന്ന് പറഞ്ഞാൽ എന്താ? റെസിപ്രോക്കൽ ആണ് സമയം. നമുക്ക് ഇവിടെ വേഗത 3:4:5 തന്നിട്ടുണ്ട്. സമയം നമുക്ക് എങ്ങനെ പറയാം? 1/3 വ്യുൽക്രമം അല്ലേ? 1/4 1/4 പിന്നെന്താ? 1/5. ഇനി നമ്മൾ എങ്ങനെ ഇതിന്റെ അംശബന്ധം കാണും? നമ്മൾ 3ന്റെയും 4ന്റെയും 5ന്റെയും LCM കാണാം. LCM ഓഫ് എന്താണ്? 3 4 5. 3ന്റെയും 4ന്റെയും LCM എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊതുവായത് ഒന്നും ഫാക്ടറൈസ് ചെയ്യാനില്ല. എന്ത് ചെയ്താൽ മതി? 3 × 4 × 5 അങ്ങനെയുള്ള സാഹചര്യത്തിൽ 3 × 4 × 5 ചെയ്യാം. 3 × 4 12, 12 × 5 60 ആണ്. അപ്പൊ LCM എന്ന് പറയുന്നത് 60 ആണ്. ഇനി നമുക്ക് എങ്ങനെ LCM കിട്ടിയിട്ടുണ്ട്? LCM 60 അല്ലേ? അപ്പോ നമുക്കറിയാം 1/3, 1/4, 1/5 എന്ന അംശബന്ധത്തിലാണ് നമ്മൾ 60നെ കാണേണ്ടത്. അപ്പൊ നമുക്ക് എങ്ങനെ സമയത്തിന്റെ അംശബന്ധം കാണാം? 1/3 × 60 = 1/4 × 60 = 1/5 × 60. ഓക്കെ,
ഇത് കട്ട് ചെയ്യാം. എന്താ കിട്ടിയ ഉത്തരം വന്നിട്ടുണ്ടല്ലോ ഇവിടെ. യെസ്, ഓപ്ഷൻ ബി ഉത്തരം വന്നിട്ടുണ്ട്. ഇവിടെ കട്ട് ചെയ്ത് കളയാം. 20 ഇവിടെ 20 കേട്ടാ. ഇവിടെ എത്ര വരും? 4 4 20 14 20 15 ഇവിടെ എത്ര വരും? 12 വരും. 20:15:12 വരും. മനസ്സിലായി? ഇങ്ങനത്തെ ചോദ്യം അത്ര കോമൺ ആയിട്ട് പറയുന്ന ചോദ്യമല്ല, പക്ഷെ നമ്മളൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു വെക്കുന്നതാണ്. അത്ര കോമൺ ആയിട്ടൊന്നും വരാറില്ല. പിന്നെ ഇത് വരുമ്പോൾ നമുക്ക് ഈ ഒരു ട്രിക്ക് അറിയണം, അപ്പോഴാണ് നമുക്ക് ഉത്തരം ചെയ്യാൻ പറ്റുക. ഓക്കെ, മനസ്സിലായി? ഇനി ആരെങ്കിലും പറയണോ വീണ്ടും? ഇത്രയേ ഉള്ളൂ നമ്മളോട് പറഞ്ഞേക്കണത്. ഈ വേഗതയുടെ വ്യുൽക്രമമാണ് സമയം, വേഗതയുടെ അംശം, വേഗതയുടെ വ്യുൽക്രമമാണ് സമയം അല്ലേ? അപ്പോൾ നമ്മൾ ഇതിനെ നേരെ റെസിപ്രോക്കൽ എഴുതി, വേഗതയുടെ അംശം എന്നതിന് റെസിപ്രോക്കൽ എഴുതി, അതിന് LCM കണ്ടു, ഡിനോമിനേറ്ററിന് LCM കണ്ടു, എന്നിട്ട് നമ്മൾ അതിന്റെ അംശബന്ധം കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോട്ടെ. അടുത്തേക്ക് പോകാം. ഇതാ വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. ഇതും ക്വസ്റ്റ്യൻ എപ്പോഴും വരാറുള്ളതാണ്. ഫോർമുല അങ്ങോട്ട് എഴുതി വെച്ചോ. ഒരേ ദൂരം രണ്ട് വ്യത്യസ്ത വേഗതയിൽ സഞ്ചരിച്ചു കഴിയുമ്പോഴുള്ള സമയവ്യത്യാസം തന്നിരുന്നാൽ സഞ്ചരിച്ച ദൂരം, അതായത് ഇവിടെ നമുക്ക് കാണുന്നത് ഡിസ്റ്റൻസ് ആണ് കാണണ്ടേ. അതായത് ഒരാള് അങ്ങോട്ട് പോയിപ്പോ ഒരു വേഗത, അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്നപ്പോ വേറൊരു വേഗത, അങ്ങനെയാണെങ്കിൽ ദൂരം കണ്ടുപിടിക്കാം. നേരത്തെ നമ്മൾ ചെയ്ത സാധനങ്ങളിൽ ശരാശരി വേഗതയുടെ ആയിരുന്നു. ഇതിലെന്താ കാണണ്ടേ? രണ്ട് ഒരേ ദൂരം അല്ലെ വ്യത്യസ്ത വേഗതയിൽ സഞ്ചരിച്ചു കഴിയുന്നു. അപ്പൊ സമയ വ്യത്യാസം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സഞ്ചരിച്ച ദൂരം അല്ലെ, അതായത് ഒരേ ദൂരമാണ്, അയാൾ അങ്ങോട്ട് വന്നു ഇങ്ങോട്ട് വന്ന് വ്യത്യസ്ത വേഗതയിലാണ്, അല്ലെങ്കിൽ അപ്പൊ അതിന്റെ സമയം എത്ര ഡിഫറൻസും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? S1 × S2 ഡിവൈഡഡ് ബൈ S1 - S2 ഇൻറ്റു സമയ വ്യത്യാസം. ഫോർമുല എഴുതാം, ഇതിന്റെ പ്രോബ്ലം തരാം. ക്വസ്റ്റ്യൻ: ഒരാൾ സാധാരണ വേഗത്തിന്റെ 3/4 വേഗത്തിൽ സഞ്ചരിച്ചപ്പോൾ, സോറി ഈ ക്വസ്റ്റ്യൻ അല്ല കേട്ടോ ഉദ്ദേശിച്ചേ. ക്വസ്റ്റ്യൻ ഒന്ന് മാറിപ്പോയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഞാനിപ്പോ പറഞ്ഞുതരാം കേട്ടാ. ഇതിന്റെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം, ഒരു മിനിറ്റ്. ക്വസ്റ്റ്യൻ നമ്മൾ ഇതിലേക്ക് കയറ്റിട്ടപ്പോ ഒന്ന് മാറിപ്പോയി. ക്വസ്റ്റ്യൻ ഒന്ന് നിങ്ങൾ എഴുതിയെടുക്കാമോ? ഞാനിവിടെ എഴുതി തരാം. മണിക്കൂറിൽ, ക്വസ്റ്റ്യൻ എഴുതല്ല അവര്, മണിക്കൂറിൽ 20 കിലോമീറ്ററും 18 കിലോമീറ്ററും ഓടുന്ന 20 കിലോമീറ്ററും 18 കിലോമീറ്ററും ഓടുന്ന 2 ഓട്ടക്കാർ ഒരു നിശ്ചിത ദൂരം പിന്നിട്ടത് ഒരു നിശ്ചിത ദൂരം പിന്നിട്ടത് 8 മിനിറ്റ് വ്യത്യാസത്തിലാണ്. 8 മിനിറ്റ് വ്യത്യാസത്തിലാണ്. എത്ര ദൂരമാണ് അവർ ഓടിയത്? എത്ര ദൂരമാണ് അവർ ഓടിയത്?
ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നോക്കിക്കോ. നമ്മുടെ ഫോർമുല എന്താണ്? S1 ഇൻറ്റു S2 ഡിവൈഡഡ് ബൈ S1 മൈനസ് S2 ഇൻറ്റു സമയ വ്യത്യാസം അല്ലേ? നമ്മുടെ S1 എത്ര ഇവിടെ? S1 എന്ന് പറയുന്നത് 20, S2 എന്ന് പറയുന്നത് 18 അല്ലേ? ഇനി അവരുടെ സമയ വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ്? സമയ വ്യത്യാസം 8 മിനിറ്റ്. ഓക്കെ, 8 മിനിറ്റ്. നമ്മുടെ ഫോർമുലയ്ക്ക് അപ്ലൈ ചെയ്യാം. 20 ഇൻറ്റു 18 ഡിവൈഡഡ് ബൈ 20 മൈനസ് 18. ഇവിടെ നെഗറ്റീവ് പോസിറ്റീവ് സൈൻ ഒന്നും നോക്കണ്ട. രണ്ട് സമയം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്ന് നോക്കിയാൽ മതി. ഇവിടെ ഇൻറ്റു നമുക്ക് സമയ വ്യത്യാസം 8 മിനിറ്റ് ആണ്, 8 കൊടുത്തിട്ടുണ്ട്. ഇവിടെ 18 × 20 എന്ന് പറയുമ്പോൾ എത്ര വരാ? 18 × 20 എന്ന് പറയുമ്പോൾ 36, 360 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 18 ആണ് വരാ അല്ലേ? ഓക്കെ, ഇവിടെ ഒരു കാര്യം ചെയ്യാം. നമ്മളിവിടെ 8 മിനിറ്റ് അല്ലേ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കിലോമീറ്ററിലാണ് നമ്മുടെ ഈ സംഭവം, കിലോമീറ്ററിലാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ 8 മിനിറ്റ് വ്യത്യാസം പറയുന്നുണ്ട്. ഇതിനെ നമ്മൾ മണിക്കൂറിലേക്ക് ആക്കണ്ടേ? അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? 8/60 കൊടുക്കണം കേട്ടോ. 8/60 കൂടി നമ്മളിവിടെ കൊടുക്കണം. ഓക്കെ, 8/60 അതായത് 20 × 18 എന്താണ്? 20 മൈനസ് 18 ഇൻറ്റു സമയ വ്യത്യാസം എന്ന് പറയുമ്പോൾ 8 മിനിറ്റ് ആണ്. ആ മിനിറ്റ് നമ്മൾ മണിക്കൂറിലേക്ക് ആക്കണേ എന്ത് ചെയ്യണം? 8/60 കൊടുക്കണം. അപ്പൊ എന്താണ്? 20 × 18 എത്ര വരും? 360 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 8/60 ആൻസർ വരും. എത്ര ആൻസർ വരണേ? ചെയ്തു നോക്കിയാൽ. നോക്കിക്കോ എത്ര വരും അല്ലേ? 6, 4, 24 24 കിലോമീറ്റർ ആണ് നമുക്ക് ഉത്തരം വരാം. ഓക്കെ, 24 ഉത്തരം വന്നിട്ടുണ്ട്. എനിക്കിത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടോ? വീണ്ടും പറയണോ? ഇവിടെ ആകെ ഒരു കാര്യമുള്ളൂ. നമ്മൾ ഈ ഫോർമുലയ്ക്ക് കൊടുത്തു സമയ വ്യത്യാസം എന്ന് പറയുന്നത് മിനിറ്റിലായതുകൊണ്ട് അതിന് മണിക്കൂറിലാക്കാനായിട്ട് ഡിവൈഡ് ബൈ 60 ചെയ്തു. മാത്രമേ നമ്മളോട് എക്സ്ട്രാ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോട്ടെ. അടുത്തേക്ക് പോവാം. ഇതേ ഫോർമുലയുടെ ചെയ്യണതാട്ടാ. ഒരു വിദ്യാർത്ഥി വീട്ടിൽ നിന്ന് കോളേജിലേക്ക് മണിക്കൂറിൽ 4 km/h വേഗത്തിൽ നടന്നാൽ, അതായത് അയാളുടെ സ്പീഡ് എന്ന് പറയുന്നത് 4 km ആണ് S1. സമയത്തിന് 5 മിനിറ്റ് നേരത്തെ എത്തുന്നു. 3 km/h വേഗത്തിൽ നടന്നാൽ അല്ലെ? 3 km/h വേഗത്തിൽ നടന്നാൽ 5 മിനിറ്റ് താമസിക്കും എങ്കിൽ വീട്ടിൽ നിന്നും കോളേജിലേക്കുള്ള ദൂരം എത്ര? നമ്മുടെ ഫോർമുല ഇതാണ്. S1 ഇൻറ്റു S2 ഡിവൈഡഡ് ബൈ S1 മൈനസ് S2 ഇൻറ്റു സമയ വ്യത്യാസം. ഇവിടെ നിങ്ങൾ സമയ വ്യത്യാസം എങ്ങനെ മനസ്സിലാക്കും? അതായത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങൾ ക്ലാസ്സിൽ എത്തേണ്ട സമയം 10 മണിയാണ്. നിങ്ങൾ കുറച്ച് വേഗത്തിൽ നടന്നു, അതായത് 4 km/h വേഗത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ 5 മിനിറ്റ് നേരത്തെ എത്തും. അതായത് നിങ്ങൾ 9:55 എത്തും. 10 മണിക്കാണല്ലോ എത്തേണ്ടത്. നിങ്ങൾ സ്പീഡ് കുറച്ചു, 3 km/h വേഗത്തിൽ നടന്നെന്നുണ്ടെങ്കിലോ 5 മിനിറ്റ് താമസിക്കും. അതായത് നിങ്ങൾ 10:05 എത്തിച്ചേരുള്ളൂ. സമയ വ്യത്യാസം എത്രയാണ്? 10 മിനിറ്റ്. മനസ്സിലായ? അങ്ങനെയാണ് സമയം കാണണ്ടേ. സമയ വ്യത്യാസം 10 മിനിറ്റ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ നേരത്തെ നമുക്ക് സമയ വ്യത്യാസം തന്നിട്ടുണ്ടായിരുന്നു 8 മിനിറ്റ്. ഇവിടെ എത്രയാണ് സമയ വ്യത്യാസം? 10 മിനിറ്റ്. മനസ്സിലാവണ്ട? നേരെ ഫോർമുലയ്ക്ക് നമുക്ക് ചെയ്യാം. 4 × 3 ഡിവൈഡഡ് ബൈ 4 - 1 ഇൻറ്റു
നമുക്ക് 10 മിനിറ്റ് ആണ് കിലോമീറ്ററേക്ക് 10/60 അല്ലേ? ഉത്തരം വന്നു തുടങ്ങി ഇവിടെ. യെസ്, ആൻസർ വന്നിട്ടുണ്ട്. നിത, ആൻമരിയ, അന്ന എല്ലാവരും ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 2 കിലോമീറ്റർ ഉത്തരം വന്നിട്ടുണ്ട്. 4 × 3 12, 12/3 ഇൻറ്റു 10/60 വരും. ഇവിടെ 5. ഇവിടെ 4 കിലോമീറ്റർ 3 കിലോമീറ്റർ അല്ലേ? ഓക്കെ, 3 കിലോമീറ്റർ അല്ലേ? ഇവിടെ 1 വരാം. 5 ഇവിടെ എത്ര വരാം? 5 വെട്ടുമ്പോൾ ഇവിടെ 2 വരും. ഓക്കെ, 2 കിലോമീറ്റർ ഉത്തരം വരും. കിട്ടി എല്ലാവർക്കും? ഇവിടെ നമ്മൾ 3 കേട്ടാ. അപ്പൊ എങ്ങനെയാ പറഞ്ഞേ? ഇവിടെ നമ്മൾ 3 നമ്മളവിടെ എഴുതിയപ്പോ ഒന്ന് മാറിപ്പോയതാണ്. ഓക്കെ, 12 ഇൻറ്റു 10/60. ഇവിടെ 5, 2. 2 കിലോമീറ്റർ ആണ് സ്കൂൾ വീട്ടിൽ നിന്നും കോളേജിലേക്കുള്ള ദൂരം. ഈ മോഡൽ ക്വസ്റ്റ്യൻസ് നമുക്ക് പരീക്ഷയ്ക്ക് വരാറുള്ളതാണ് കേട്ടോ. ഓക്കെ, ബാക്കിയുള്ളതും ചെയ്തെത്തിയാ? ഇതില് ആകെ ഒരു കാര്യമുള്ള ഒന്ന് ഫോർമുല ഓർമ്മയുണ്ടാവുക, പിന്നെ സമയവ്യത്യാസം കാണാം. സമയവ്യത്യാസം കാണുമ്പോൾ നമ്മൾ മിനിറ്റിലാണെങ്കിൽ അതിനെ അവറിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് /60 ചെയ്യാം, അവറിലാക്കാനായിട്ട്. കഴിയാത്തവര് ചെയ്യാം. ഓക്കെ, അടുത്തേക്ക് പോട്ടെ. ഈ ഒരു ഫോർമുല നോക്കാം. ഒരാൾ സാധാരണ വേഗത്തിന്റെ x/y വേഗത്തിൽ സഞ്ചരിച്ചപ്പോൾ, നമ്മൾ പറയില്ലേ സാധാരണ പോണേക്കാളും 3/4 വേഗത്തിൽ സഞ്ചരിച്ചു അല്ലെ? അത്രയും വേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ t സമയം താമസിച്ച് എത്തിച്ചേർന്നെങ്കിൽ സാധാരണ യാത്ര പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം, അതാണ് x/x - y × t. ഫോർമുല ഒന്ന് എഴുതി വെക്കുക. ഓക്കെ, ഒരാൾ സാധാരണ വേഗത്തിന്റെ x/y വേഗത്തിൽ സഞ്ചരിച്ചപ്പോൾ t സമയം താമസിച്ചെത്തിച്ചേർന്നെങ്കിൽ സാധാരണ യാത്ര പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം. ഓക്കെ, എഴുതിയാ? പ്രോബ്ലത്തിലേക്ക് പോവാ അല്ലെ? ഇത് കഴിഞ്ഞാ? ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഒരാൾ സാധാരണ വേഗത്തിന്റെ 3/4 വേഗത്തിൽ സഞ്ചരിച്ചപ്പോൾ 10 മിനിറ്റ് താമസിച്ച് ഓഫീസിൽ എത്തിച്ചേർന്നെങ്കിൽ സാധാരണ എത്ര സമയം കൊണ്ടാണ് അയാൾ ആ യാത്ര പൂർത്തിയാക്കുന്നത് അല്ലെ? നമ്മൾ x/y = 3/4, t = 10. നമ്മുടെ ഫോർമുല എന്താണ്? x/x - y × t അല്ലെ? ചെയ്ത് നോക്കിയേ. x = 3, y = 4, t = 10. ഇവിടെ നിങ്ങൾ x - y ചെയ്യുമ്പോൾ നെഗറ്റീവ് ഒന്നും നോക്കണ്ട കേട്ടോ. നെഗറ്റീവ് പോസിറ്റീവ് സൈൻ ഒന്നും നോക്കണ്ട, കാരണം സമയ വ്യത്യാസമാണ് നമ്മളോട് എടുക്കണേ. ഓക്കെ, ആൻസർ വന്നിട്ടുണ്ട്. നിത, അന്ന, അൻമരിയൊക്കെ 30 ആൻസർ വന്നിട്ടുണ്ട്. ഓക്കെ, 30 നമ്മുടെ ആൻസർ. അതായത് നമ്മളിപ്പോ 3/.
എത്രയാണ് 3/3 - 4 അല്ലെങ്കിൽ 4 - 3 എഴുതാം. ഇൻറ്റു 10. 4 - 3 നമുക്ക് കൊടുക്കാം. ഇത് എത്രയാണ്? 3/1 വരാം അല്ലെ? അതിന്റെ വ്യത്യാസം എടുക്കുമ്പോ വേണമെങ്കിൽ 4 - 3 എന്ന് എഴുതാം. ഓക്കെ, 3 × 10 ചെയ്താൽ മതി. 30 മിനിറ്റ് നമുക്ക് ഉത്തരം വരും. ഓക്കെ, 30 മിനിറ്റ്. യെസ്, ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ അടുത്ത പ്രോബ്ലത്തിക്ക് പോവാം. 2 കാറുകൾ ഒരു സ്ഥലത്ത് നിന്നും വിപരീത ദിശയിലേക്ക് 70 കിലോമീറ്റർ വേഗത്തിലും 50 കിലോമീറ്റർ വേഗത്തിലും സഞ്ചരിക്കുന്നു എങ്കിൽ അവ തമ്മിലുള്ള അകലം 60 കിലോമീറ്റർ ആകാൻ എത്ര സമയം എടുക്കും? അതായത് 2 കാറുകൾ ഒരു സ്ഥലത്ത് നിന്നും വിപരീത ദിശയിലേക്ക് പോവാണ്. അതായത് ഇതാണ് നമ്മുടെ പോയിന്റ് എന്നുണ്ടെങ്കിൽ ഒരാൾ ഇങ്ങോട്ട് പോണ് 70 കിലോമീറ്റർ വേഗത്തില്, ഒരാൾ ഇങ്ങോട്ട് പോണ് 50 കിലോമീറ്റർ വേഗത്തില്, എങ്കിൽ അവ തമ്മിലുള്ള അകലം 60 കിലോമീറ്റർ ആകാൻ എത്ര സമയം എടുക്കും? നമുക്ക് ഇങ്ങനെ വരച്ച് നോക്കിയിട്ടൊക്കെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ വേണമെങ്കിൽ മനക്കണക്ക് കൂട്ടി നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പൊ തമ്മിലുള്ള അകലം 60 കിലോമീറ്റർ ആകണം. നമ്മുടെ സമയം സമം ദൂരം ബൈ വേഗത എന്നുള്ള വെച്ചിട്ട് നമുക്ക് ചെയ്യാം. പക്ഷെ നമ്മൾ എന്ത് കാണണം? വേഗത കാണണം, ദൂരം കാണണം. ദൂരം നമുക്കറിയാം. ദൂരം എത്രയാ? ദൂരം നമുക്കറിയാം 60 കിലോമീറ്റർ ആണ് എത്തണ്ടേ. പക്ഷെ വേഗത നമ്മൾ എങ്ങനെ കാണും? ഈ വേഗതനെ നമ്മൾ പറയുന്നത് ആപേക്ഷിക വേഗത. ആപേക്ഷിക വേഗത ആപേക്ഷിക വേഗത എന്ന് പറയുമ്പോൾ രണ്ട് വണ്ടികൾ വിപരീത ദിശയിലാണ് പോകുന്നതെങ്കിൽ 2 വേഗത തമ്മിൽ കൂട്ടണം. അതായത് വിപരീത ദിശയിൽ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 2 വേഗത തമ്മിൽ കൂട്ടണം. ആണെങ്കിൽ 2 വേഗത കൂട്ടണം. ഇവിടെ വേഗത എത്ര വരാ? ഇവിടെ വേഗത സമം എത്ര വരും? 50 + 70 സമം 120 വരും. നമ്മുടെ ദൂരം 60 കിലോമീറ്റർ ഉണ്ട്, വേഗത 120 ഉണ്ട്. അപ്പൊ നമ്മൾ സമയം കാണണമെങ്കിൽ എന്ത് ചെയ്യണം? സമയം സമം എത്രയാ? ദൂരം ബൈ വേഗത. ദൂരം എത്രയാണ്? 60/120. ഉത്തരം വന്നിട്ടുണ്ട് 60/120. ഓപ്ഷൻ ബി അല്ലല്ലോ അനീഷ ഉത്തരം വരുന്നത്. ഓക്കെ, 60/120. 60/120 എന്ന് പറയുമ്പോ എത്ര വരാ? നമുക്ക് 1/2 എന്നല്ല വരാ. 1/2 എന്ന് പറഞ്ഞാൽ എന്താ? അരമണിക്കൂർ എന്നുള്ളതാണ് അല്ലെ? 1/2 × 60. അപ്പൊ എത്ര വരാ? 30 മിനിറ്റ് വരും. 30 മിനിറ്റിലാണ് രണ്ട് തമ്മിൽ 60 കിലോമീറ്റർ അകലത്തിൽ വരാം. മനസ്സിലായ? ഓക്കെ, കിട്ടിയത് മനസ്സിലായ? അരമണിക്കൂർ വെച്ചാൽ 30 മിനിറ്റ് ആണല്ലോ. അപ്പൊ ഇതിന്റെ ഒരു ഇത് ചെയ്യാം. ഇത് നമ്മൾ വിപരീത ദിശയിലേക്ക് പോകുമ്പോ ഈ ദൂരം തമ്മിൽ കൂട്ടണം. സെയിം സൈഡിലേക്ക് പോണെന്ന് നോക്കി, വ്യത്യസ്ത വേഗതയിൽ സെയിം സൈഡിലേക്ക് പോണെങ്കിലോ ദൂരങ്ങൾ തമ്മിൽ കുറയ്ക്കണം. താഴെ ഞാൻ ഫോർത്ത് കാണിച്ചു തരാം, എഴുതി വെച്ചോ. ചെയ്ത് കഴിയാത്തൊരു ചെയ്യ്, എന്നിട്ട് കാണിച്ചു തരാം. ചെയ്ത് കഴിഞ്ഞാ നോക്കിക്കോ. ഒരേ ദിശയിലാണ് സഞ്ചരിക്കുന്നെങ്കിൽ വേഗതകൾ തമ്മിൽ കുറയ്ക്കുക. കണ്ട? അതായത് 2 വാഹനങ്ങൾ ഒരേ ദിശയിലേക്ക് പോവാണ്. അതായത് നമ്മൾ ഇവിടെ എന്തേ ഒരെണ്ണം ഇതാ പോകുന്നു, അടുത്ത് ഇതാ പോകുന്നു, 2 വേഗതയിലായിരിക്കും അല്ലേ? ഇനി നമ്മളോട് പറയണ എതിർദിശയിലാണ് അല്ലെ? എതിർദിശയിലാണ് പോണെങ്കിൽ എന്ത് ചെയ്യാ? രണ്ടും തമ്മിൽ വേഗത തമ്മിൽ കൂട്ടണം. ഓക്കെ, ഇതൊന്ന് എഴുതി വെച്ചേക്കും.
കഴിഞ്ഞാ? നിങ്ങൾക്ക് ഞാൻ എക്സ്ട്രാ ഒരു പ്രോബ്ലം തരാം ചെയ്യാനായിട്ട്. ഇത് എഴുതി കഴിഞ്ഞോ? ക്വസ്റ്റ്യൻ തരാം. മണിക്കൂറിൽ, ഇതിന്റെ ക്വസ്റ്റ്യൻ അല്ല, വേറൊരു ക്വസ്റ്റ്യൻ ആണ്. മണിക്കൂറിൽ 10 കിലോമീറ്റർ വേഗത്തിൽ സൈക്കിൾ ചവിട്ടുന്ന ഒരാൾ രാവിലെ 6:58 മുതൽ 10:28 വരെ സഞ്ചരിച്ചു. 10:28 വരെ സഞ്ചരിച്ചു എങ്കിൽ അയാൾ എത്ര കിലോമീറ്റർ യാത്ര ചെയ്യും? ഒന്ന് കണ്ടു നോക്കിയേ. ഓപ്ഷൻ എ 30, ഓപ്ഷൻ ബി 35, ഓപ്ഷൻ സി 16, ഓപ്ഷൻ ഡി 44. നിങ്ങൾ ആകെ എത്ര സമയം പോയിട്ടുണ്ടെന്ന് വെച്ചാൽ 4 മണിക്കൂർ പോയിട്ടുണ്ട്. സ്പീഡ് ഉണ്ട് 10 കിലോമീറ്റർ, ടൈം ഉണ്ട് 4 മണിക്കൂർ. അല്ല, 10:28 വരെ കേട്ടാ, 4 മണിക്കൂർ അല്ല. 6:58 മുതൽ 10:28 വരെ നോക്കാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. 6:58 മുതൽ 10:28 വരെ എന്ന് പറയുമ്പോൾ എത്ര സമയം വരും? 7:58, 8:58, 9:58 അല്ലേ? 3 മണിക്കൂറായി. 10:28 വരെ എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂറാവും? അതായത് 9:58 മുതൽ 10:28 വരെ എന്ന് പറഞ്ഞാൽ അരമണിക്കൂർ അല്ലേ വരാ? അതായത് അയാളുടെ സമയം എന്ന് പറയുന്നത് 3.5 മണിക്കൂർ. അതായത് മിക്സഡ് ഫ്രാക്ഷൻ ആണ്, നമുക്ക് നോർമൽ ഫ്രാക്ഷൻ ആക്കാം. 7/2 അവർ. നമുക്ക് എന്താ കാണേണ്ടത്? ഡിസ്റ്റൻസ് ആണ് അല്ലേ? നമ്മുടെ സ്പീഡ് ഈസ് ഇക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ സ്പീഡ് ഇൻറ്റു ടൈം ആണ്. സ്പീഡ് എത്രയാ? 10. 10 ഇൻറ്റു 7/2 5. 5 ഇൻറ്റു 7 35 കിലോമീറ്റർ പുള്ളി സൈക്കിൾ ചവിട്ടി അല്ലേ? ആൻസർ എത്രയാ പറഞ്ഞേ? ആൻസർ 35. കിട്ടിയാ? 35. ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം. നമ്മുടെ അത്യാവശ്യം എല്ലാ മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എക്സാം ഇടുമ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കൂടുതൽ തരാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, പറയാം.